തീർച്ചയായും ഈ ആശാ വർക്കർമാരുടെ ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. കാരണം അതൊരു രാഷ്ട്രീയ സമരമല്ല. അത് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി അവർ നടത്തുന്ന സമരമാണ്. ആ സമരത്തിന് ഒരു എന്താ പറയാ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ, ഈ സമൂഹത്തെ സ്നേഹിക്കുന്ന ആൾ എന്ന നിലയിൽ അതിന് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ യുപിയിൽ 10 പേർ, കേരളത്തിൽ 20 പേർ. ഞാൻ പറഞ്ഞത് അവിടെ നടക്കുന്ന നിയമനങ്ങളെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഒരു വലിയൊരു സംസ്ഥാനത്താണ് 10 പേര് നിയമിച്ചിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു സംസ്ഥാനത്ത് 20-ലധികം ആളുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പിന്നെ PSC പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതും കണ്ടുപിടിച്ചതും ഒന്നും ഇവിടുത്തെ പോലീസോ ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങളോ അല്ല. ഇവിടെ നിങ്ങൾ അങ്ങനെ കണ്ണ് സ്വയം അടച്ചിട്ട് ഇരുട്ടാക്കാൻ ശ്രമിക്കരുത്. കാരണം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ കേരളം കണ്ട കാര്യങ്ങളാണ്. കേരളത്തിലെ SFI നേതാക്കന്മാർ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് PSC റാങ്ക് ലിസ്റ്റിൽ കയറുന്നത്, ആ ഒരു കത്തിക്കുത്തുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വളരെ ലൈവായിട്ട് മാധ്യമങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി അത് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ച കാര്യങ്ങളാണ്. പിന്നെ PSCയിലെ അംഗങ്ങളാവാൻ വേണ്ടിയിട്ട് ഇവിടെ CPM നേതാക്കന്മാർ കോഴ മേടിച്ചതും അതിനെ തുടർന്ന് CPM നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും ഒക്കെ ഈ കേരളത്തിൽ തന്നെയാണ് നടന്നത്. ഈ പാവപ്പെട്ട ഈ ആശാവർക്കർമാർ സമരം ചെയ്യുന്ന ഇതേ കേരളത്തിൽ തന്നെയാണ് നടന്നത് എന്ന് CPMന്റെ ന്യായീകരണ തൊഴിലാളികൾ മറന്നു പോകരുത്. പിന്നെ ക്ഷേമ പെൻഷനെ കുറിച്ചും ഒക്കെ പറയുമ്പോ, ക്ഷേമ പെൻഷൻ എവിടെയാ കിട്ടുന്നത് ഈ കേരളത്തിൽ? ആർക്കാ കിട്ടുന്നത്? എപ്പോഴെങ്കിലും വരുന്ന ക്ഷേമ പെൻഷൻ. അതേപോലെ KSRTC പെൻഷനേ ഇല്ല, ശമ്പളവുമില്ല. കേരളത്തിലെ ഇപ്പോ വളരെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ശമ്പളം പോലും കൊടുക്കാൻ പറ്റില്ല എന്ന് കേരളത്തിന്റെ മുൻ ധനകാര്യമന്ത്രിയും ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഇപ്പൊ ചോദിക്കുമ്പോൾ പറയാ, കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടി, നരേന്ദ്രമോദി സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നു, സാമ്പത്തികമായി ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോഴും എങ്ങനെയാണ് KV തോമസിന് ശമ്പളം കൂട്ടിക്കൊടുക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഈ PSC അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഇവർക്ക് കോടതിയിൽ പോകുന്ന ഇവരുടെ വക്കീലന്മാർക്ക്, ഞാൻ ചോദിക്കട്ടെ, അവർക്ക് സർക്കാരിന് വേണ്ടി ഫ്രീ ആയിട്ട് കോടതിയിൽ പോട്ടെ, എന്താ ബുദ്ധിമുട്ട്? ആശാവർക്കർമാർക്ക് കൊടുത്തു തുടങ്ങി. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇവർക്ക് ഇതിൽ കൈയിട്ട് വാരണം. ഈ കൈയിട്ട് വാരി പിൻവാതിൽ വഴി ഇവരുടെ നേതാക്കന്മാരുടെയും ഇവരുടെ ആളുകളെയും ഒക്കെ പിൻവാതിൽ വഴി നിയമനം നടത്തണം. അതിനു വേണ്ടിയിട്ടാണ്